ഹലോ ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മളൊരു പുതിയൊരു സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ബസ്സിൽ പാട്ട് അല്ലെങ്കിൽ സോങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഇഷ്ടമുള്ള സോങ് ടൈപ്പ് ചെയ്യുക. അത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സോങ്ങിൻ്റെ കൂടെ MP3 ഡൗൺലോഡും കൂടി ഒന്ന് സെർച്ച് ചെയ്യട്ടോ. അവൾ നമ്മളെ സോങ് ഡൗൺലോഡ് ആക്കാൻ പറ്റുള്ളൂ. നിങ്ങളടുത്ത് സോങ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മതിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യണത്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാ വെബ്സൈറ്റിലും ഇങ്ങനെയൊന്നും ആവില്ല. ഇങ്ങനെ പല വിധത്തിലാവും. എന്തായാലും ഡൗൺലോഡ് എന്നുള്ള ചിഹ്നം കാണിച്ചാൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മളവിടെ സോങ് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബസ്സിൽ വന്നിട്ട് മ്യൂസിക്കിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റേഡിയോ എന്നുണ്ടാവും, മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക് ക്ലിക്ക് ചെയ്യുക. ആഡ് പ്ലേലിസ്റ്റ് കൊടുക്കുക. പ്ലേലിസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു പേര് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് പിന്നെ ആഡ് ട്രാക്ക് കൊടുക്കുക. പിന്നെ ഡിവൈസ് ഗാലറി എന്ന് കാണിക്കും, ഡിവൈസ് ഗാലറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് ലോഡ് ചെയ്യാൻ ടൈം എടുക്കും. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഗൈസ്. നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഇത് എടുക്കുക, ഫോൾഡർ എടുക്കുക. നമ്മൾ ഏറ്റവും അടിയിൽ നല്ല സ്ക്രോൾ ചെയ്ത് പോയാലേ കിട്ടുള്ളൂ. എൻ്റെ കുറേ സാധനങ്ങൾ ഇതിലുള്ളതുകൊണ്ട് ഏറ്റവും അടിയിലാവും കിടക്കുന്നുണ്ടാവുക. ഇതാ നമ്മുടെ സോങ്ങാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, സോങ്ങിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബസ്സിലേക്ക് കണ്ട സോങ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ബസ്സിൽ സോങ് ഇല്ലാതെ ഓടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ സോങ് ആഡ് ചെയ്യാമെന്ന് പഠിച്ചില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കല്ലേ. എല്ലാവർക്കും ബൈ.